ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. എന്ത് ചെയ്യാനാണ്? കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും, അല്ലേ? അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പുണ്ട് അപ്പം ഭക്ഷിക്കാനല്ലേ ദൈവമായ കർത്താവ് നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃഷി വിജയത്തിനും വിളവുകൾ ലഭിക്കുന്നതിനും വേണ്ടി 2 വചനങ്ങൾ. ഒന്ന് ജെറമ്യാ പുസ്തകം 29-ാം അധ്യായം 4-5. ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി ഞാൻ അയച്ച സകലരോടും ഇസ്രായേലിന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വീട് പണിത് അതിൽ വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ. 2-ാമത്തെ വചനം സങ്കീർത്തനം 65:9-13. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു, അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു. അവിടുന്ന് അതിൻ്റെ ഉഴവ് ചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു. കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു. സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു. കുന്നുകൾ സന്തോഷമണിയുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകുട്ടങ്ങളെ കൊണ്ട് ആവൃതരാകുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് അവ ആർത്തുപാടുന്നു. ഈ 2 വചനങ്ങൾ യെരമ്യാ പ്രവചനം 29:4-5, സങ്കീർത്തനം 65:9-13 വരെയുള്ള ഈ വചനങ്ങളും ദിവസവും പല ആവർത്തി ഒരു 30 ദിവസം ഒന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കൃഷിയിൽ വന്നിരിക്കുന്ന നഷ്ടങ്ങൾ, കെണികൾ, കൃമികീടങ്ങൾ, പുഴുക്കൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പഞ്ചഭൂതങ്ങളിലൂടെ കൂടിയിരിക്കുന്ന കെട്ടുകളെല്ലാം യേശുനാമത്തിൽ വിട്ടുപോകും. വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും. വീട് പണിത് അതിൽ വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കിൻ. ദൈവമേ, ഫലങ്ങൾ തേടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെയും അധ്വാനത്തെ ആശീർവദിക്കണമേ. കർത്താവ്, എല്ലാ കൃമി കീടങ്ങളെയും ക്ഷുദ്രജീവികളെ അങ്ങ് ശാസിക്കണമേ. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും ഞങ്ങളുടെ കൃഷികളെ, തോട്ടങ്ങളെ അങ്ങ് സംരക്ഷിക്കണമേ. കാർഷിക വൃത്തിയിൽ വന്നിരിക്കുന്ന കടങ്ങളെയും ആത്മഹത്യപരമായ അവസ്ഥകളെയും എല്ലാം യേശുവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്ത് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ പരിഹാരവും മോചനവും നൽകണമേ. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് അവ ആർത്തു പാടുന്നു. ദൈവമേ, കടബാധ്യതകൾ തീർക്കുവാനും കഷ്ടപ്പെടുന്നതനുസരിച്ചുള്ള വിളവ് ലഭിക്കാനും ഞങ്ങൾക്ക് ഇടയാകണമേ. ഞങ്ങളുടെ അധ്വാനങ്ങളെ അങ്ങ് ഫലമണിയിക്കണമേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകൾ പൊട്ടട്ടെ. ഈ 2 വചനങ്ങൾ ജെറമ്യാ 29:4-5, സങ്കീർത്തനം 65:9-13 ഈ വചനങ്ങളുടെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഭൂമിയെ ആവരണം ചെയ്യണമേ. ഞങ്ങളുടെ വിളവുകളെ, ഞങ്ങളുടെ കൃഷികളെ, ഞങ്ങളുടെ ചെടികളെ, ഞങ്ങളുടെ തോട്ടങ്ങളെ, അവയിലൂടെ ഉപയോഗിക്കുന്ന ആ പ്രകൃതി ശക്തികൾ, പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഇതെല്ലാം യേശുവിൻ്റെ രക്തത്താൽ ക്രമീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, വന്ന് നിറയണമേ. മുരടിപ്പും തളർച്ചയും വാട്ടവും അധ്വാനഫലം തടസ്സപ്പെടുന്ന എല്ലാ ബന്ധനങ്ങളും യേശുനാമത്തിൽ വിട്ടുപോട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ, ഇന്നു മുതൽ ഞങ്ങളുടെ തോട്ടങ്ങളിൽ, വിളവുകളിൽ, കൃഷികളിൽ, കൃഷിക്കാർക്കെല്ലാം മാറ്റങ്ങൾ കൊടുക്കണം. യേശുവേ, നന്ദി, സ്തുതി, സ്തുതി. കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുന്നവരുടെ ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലികളും ആട്ടിൻപറ്റങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. നിയമാവർത്തനം 28:4 വചനത്തിൻ്റെ അഭിഷേകത്താൽ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും ആട്ടിൻപറ്റങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, നന്ദി, സ്തുതി, 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 സ്തുതി. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ്